എപ്പോഴും പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കുന്ന നമ്മുടെ രാജ്യത്തെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. നിർഭാഗ്യവശാൽ ഈ കോൺഗ്രസ് പാർട്ടിയാണ് 60 കൊല്ലം നമ്മുടെ രാജ്യം ഭരിച്ചത്. പാകിസ്ഥാനിൽ നിന്ന് ഒരു ആക്രമണം ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടുകാർ ചത്തൊടുങ്ങട്ടെ എന്ന് കരുതുകയും പാകിസ്ഥാൻ യാതൊരു പ്രശ്നവും സംഭവിക്കരുത് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് തന്നെ ഈ പാർട്ടിയെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഇപ്പോഴിതാ ഈ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ ഒരു പ്രമുഖൻ, ഈ പാർട്ടിയിലെ ഒരു അഴിമതി വീരനായിട്ടുള്ള ചിദംബരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ അവർ പാകിസ്ഥാനിൽ നിന്ന് വന്നതിന് എന്താണ് തെളിവ് എന്നാണ് ഇയാൾ ചോദിച്ചിരിക്കുന്നത്. ഈ ഭീകരർ പാകിസ്ഥാനിൽ നിന്നും വന്നതിന് യാതൊരുവിധ തെളിവുമില്ല എന്നാണ് ഈ ചിദംബരം പറഞ്ഞിരിക്കുന്നത്. ലോക്സഭ നടക്കുകയാണ്. പഹൽഗാമും ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യുകയാണ്. കൂടാതെ ചൊവ്വാഴ്ച രാജ്യസഭയിൽ ഇത് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഉപരിസഭയിൽ ഇതിനായി 9 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള പി ചിദംബരം പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട സർക്കാർ നയങ്ങളെ ആഞ്ഞടിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അടുത്തിടെ ഒരു അഭിമുഖത്തിനിടെ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും തിരിച്ചറിയുന്നതിനെക്കുറിച്ചും ഇയാൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ചിദംബരം സർക്കാരിനോട് ചോദിക്കുന്നത് ഈ ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്നാണ് വന്നത് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നാണ് ചിദംബരം ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ, താജ് ഭീകരാക്രമണം നടന്നപ്പോഴും പാകിസ്ഥാനിലേക്ക് നമ്മുടെ സർക്കാർ, അക്കാലത്തുള്ള സർക്കാർ ഒന്നും ചെയ്തില്ല. വായിൽ അവർ വിരളുമിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ചിദംബരത്തിൻ്റെ അവകാശവാദം എന്താണെന്ന് നോക്കാം. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ചിദംബരം അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, കഴിഞ്ഞ കുറച്ചാഴ്ചകളായി NIA എന്താണ് ചെയ്തതെന്ന് പറയാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അവർ തീവ്രവാദികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവർ എവിടെ നിന്നാണ് വന്നത്? അവർ രാജ്യത്ത് തന്നെ പരിശീലനം നേടിയ നാട്ടിൽ വളർത്തിയ തീവ്രവാദികളാകാനും സാധ്യതയുണ്ട്. അവർ പാകിസ്ഥാനിൽ നിന്നാണ് വന്നത് എന്നതിന് നിങ്ങൾക്ക് എന്താണ് തെളിവ്? ഇതിന് തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇന്ത്യക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്നാണ് ചിദംബരം പറയുന്നത്. വളരെ ഷുഗർ കോട്ട് ചെയ്ത് പാകിസ്ഥാനെ വെളുപ്പിക്കുന്ന ഒരു നിലപാടാണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. സർക്കാരിനോട് ചോദ്യം ചോദിക്കാം. പക്ഷേ പാകിസ്ഥാനാണ് ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് എന്ന് പാകിസ്ഥാൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, പാകിസ്ഥാനാണ് ഭീകരവാദത്തിൻ്റെ ആഗോള എക്സ്പോർട്ടേഴ്സ്, ഞങ്ങളിത് യൂറോപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് അവിടെയുള്ള പ്രതിരോധ മന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ചിദംബരം ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. പണ്ടൊക്കെ ഇവന്മാർ തെളിവ് ചോദിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ തെളിവ് സഹിതം, അത് പാകിസ്ഥാനുകാരാണ് പറയുന്നത് ഞങ്ങളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള തെളിവ് സഹിതമാണ് പലരും ഇപ്പോൾ വീഡിയോകളെല്ലാം പുറത്തു വരുന്നത്. ബലാക്കോട്ട് നടന്നപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യമാണ്, അതായത് പുൽവാമ നടന്നപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യം ഇവർ ചോദിച്ചിരുന്നു. പുൽവാമ ആക്രമണം നരേന്ദ്രമോദി നടത്തിയതാണെന്ന് പറയുന്നു. എന്നാൽ പാകിസ്ഥാനിലെ സൈനിക മേധാവിമാർ ഒരു പ്രസ് കോൺഫറൻസിൽ പറയുന്നു പുൽവാമ ഞങ്ങളുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു എന്ന് അവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത് കൊണ്ടാണ് ഇവന്മാരൊക്കെ ഇപ്പോഴും 8 നിലയിൽ പൊട്ടി വീട്ടിലിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.